ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫേസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നോർത്ത് ഈസ്റ്റിലെ സിക്കിം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സിക്കിം, നേപ്പാൾ, ഭൂട്ടാൻ, അതുതന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റ് നമ്മൾ ഒരൊറ്റ സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെയൊക്കെ കറങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു 2 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടെ നിങ്ങളുടെ മുകളിൽ ഞാനിവിടെ സജഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ നോർത്ത് ഈസ്റ്റിൽ സിക്കിം എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെയൊക്കെ കറങ്ങാം എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിക്കിമിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സീസൺ ടൈം എന്ന് വെച്ചാൽ നമുക്ക് വെച്ചാൽ ഡിസംബർ മുതൽ മാർച്ച് വരെ ഈ ടൈം നമുക്ക് വിൻ്റർ ടൈം വന്നത്. പിന്നെ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഈ ടൈം നമുക്ക് സമ്മർ ടൈം വന്നത്. ഈ വിൻ്റർ ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാച്ചോങ്, യുങ്താങ് വാലി, ഗുരുതാങ്, ലേക്ക് ലാച്ചന്, ആ ഈ ഒരു ചുങ്താങ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഫുള്ള് വിൻ്റർ ആയിട്ട് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഫുള്ള് റോഡ് ക്ലോസ് ആയിരിക്കും. ഇനി പോകാൻ പറ്റിയ ടൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് നോർത്ത് സിക്കിമിലേക്ക് പോകണമെങ്കിൽ ഏപ്രിൽ മുതൽ ഒക്ടോബറുള്ള ടൈമിന് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പോയിച്ചാൽ മെയ് ടൈമിനായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിരുന്നു. അപ്പോൾ ഈ സിക്കിമിലൊക്കെ നമുക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ള ഡീറ്റെയിൽസാണ് പറയുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് ന്യൂ ജൽപഗുരി റെയിൽവേ സ്റ്റേഷൻ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കേരളത്തിൽ നമുക്ക് ട്രെയിൻ ഉണ്ട്. അതായത് കന്യാകുമാരിയിൽ നിന്ന് ആസാമിലെ ദിബ്രുഗഡ് വരെ പോകുന്ന വിവേക് എക്സ്പ്രസ്സിൽ, ഇത് 22-503 DBRG എന്ന് പറഞ്ഞ വിവേക് എക്സ്പ്രസ് എന്ന ട്രെയിനാണ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ നമ്മൾ നേരെ കയറുക. അത് കൂടെ തന്നെ വേറെ ട്രെയിനും കൂടിയുണ്ട്, 12-507 അർണോയ് എക്സ്പ്രസ്. ഈ ട്രെയിൻ നമുക്ക് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രെയിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്ലീപ്പർ ക്ലാസ് എടുക്കാതെ നിങ്ങൾ 3rd AC അല്ലെങ്കിൽ 2nd AC എടുത്തെങ്കിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഫാമിലിക്കായിട്ട് പോകുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ലീപ്പർ എടുക്കുന്നതും അതായത് നമ്മുടെ അതിഥി തൊഴിലാളികൾ അവിടെ നാടുകളിലേക്ക് പോകുന്നത് ഈ 2 ട്രെയിനുകളിലാണ് അവിടെ നാടുകളിലേക്ക് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് കച്ചറായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ AC നോക്കിയിട്ടും കിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ സ്ലീപ്പറും കിട്ടില്ല. അവസാനം ഞങ്ങൾക്ക് പോകേണ്ട ആഗ്രഹം കൊണ്ടിട്ട് ഞങ്ങൾ ജനറൽ ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾ തൊട്ടി കെട്ടിയൊക്കെ ഞങ്ങൾ പോയത്. നേരെ കേരളത്തിൽ നേരെ ന്യൂ ജൽപഗുരിയിലേക്ക് നമ്മൾ നേരെ ട്രെയിൻ പോവുക. ന്യൂ ജൽപഗുരി നമ്മൾ പിന്നെ പോകുന്നത് വെച്ചാൽ സിലിഗുരി എന്ന് പറയുന്ന ഈ ഒരു വെസ്റ്റ് ബംഗാളിലെ സ്ഥലമായ സിലിഗുരിയിലേക്കാണ് പോകാനുള്ളത്. ന്യൂ ജൽപഗുരി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് രാത്രിയാവും. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പുറത്തായിട്ട് നമുക്ക് ഒരുപാട് റൂംസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഇനി ഫ്ലൈറ്റ് ത്രൂ നോക്കുമെങ്കിൽ ബഗോഡ്ര എന്ന് പറഞ്ഞുള്ള എയർപോർട്ട് ഉണ്ട്. ഈ ഒരു സിലിഗുരി അടുത്തായിട്ട് വരുന്ന എയർപോർട്ടാണ് ബഗോഡ്ര എയർപോർട്ട്. നമുക്ക് കൊച്ചിയിൽ നിന്നാണെങ്കിൽ കോഴിക്കോട് നിന്ന്, കണ്ണൂരിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളിപ്പോൾ ന്യൂ ജൽപഗുരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് രാവിലെ തന്നെ നമുക്ക് 7 മണിക്ക് നമുക്ക് സിലിഗുരിയിലേക്ക് നമുക്ക് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. അല്ലാതെ തന്നെ നമുക്ക് ബസ്സുകൾ, ഷെയർ ടാക്സികൾ നമുക്ക് അവൈലബിൾ ആണ് സിലിഗുരിയിലേക്ക്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എയർപോർട്ട് ത്രൂ പോകുന്നെങ്കിൽ അവിടെ നേരെ സിലിഗുരിയിലേക്ക് ബസ്, ഷെയർ ടാക്സി നമുക്ക് അവൈലബിൾ ആണ്. സിലിഗുരി സെൻറ്ററാക്കിയിട്ട് സിലിഗുരിയിൽ നിന്ന് പിന്നെ നമുക്ക് ഈ ഒരു സിക്കിമിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സിലിഗുരി നമുക്ക് ആദ്യം മനസ്സിലായി ഗാങ്ടോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാനുള്ളത്. ഗാങ്ടോക്കാണ് ഈ ഒരു സിക്കിമിലെ തലസ്ഥാനം വരുന്നത്. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ബസ്സുകൾ, അതുപോലെ ഷെയർ ടാക്സി നമുക്ക് അവൈലബിൾ ആണ്. ബസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക് നമുക്ക് വരുന്നത് വെച്ചാൽ 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനി ഷെയർ ടാക്സിയൊക്കെ നോക്കുകയാണെങ്കിൽ 300 രൂപ മുതൽ 500 രൂപ നിരക്കിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഈ ഗാങ്ടോക്ക് പോയിട്ട് ഗാങ്ടോക്ക് കറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് സിക്കിമിൽ കറങ്ങാനുള്ള കുറേ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ഒരു റൂട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഗാങ്ടോക്കിൽ ചെന്നിട്ട് ഗാങ്ടോക്കിലുള്ള കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണുക. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം എന്ത് ചെയ്യും, ഗാങ്ടോക്കിൽ പിന്നെ നമുക്ക് പോകണമെന്ന് വെച്ചാൽ ടുസാമോ ലേക്കിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ വെച്ചാൽ നത്തുല പാസ് എന്നാണ് പറയുന്നത്. ഈ സൈഡിനെ പറയുന്നത് വെസ്റ്റ് സിക്കിം എന്നാണ് പറയുന്നത്. ഇനി ഒരു മോൾ ഭാഗത്താണെങ്കിൽ നോർത്ത് സിക്കിം എന്ന്, ഈ സൈഡാണെങ്കിൽ അത് ഡാർജിലിംഗ് സൈഡൊക്കെ ആണെങ്കിൽ ഈസ്റ്റ് സിക്കിം എന്നും പറയുന്നു. സൗത്ത് ആണെങ്കിൽ ഈ ഗാങ്ടോക്ക്, സിലിഗുരി ആ ഒരു ഭാഗമൊക്കെയാണ് സൗത്ത് സിക്കിം എന്ന് പറയുന്നത്. സിലിഗുരി സിക്കിം അല്ല, വെസ്റ്റ് ബംഗാളാണ്. അതായത് ഗാങ്ടോക്ക് ഈ സൈഡൊക്കെ സൗത്ത് സിക്കിം എന്നും അറിയപ്പെടുന്നു. പക്ഷേ ഈ ഒരു വെസ്റ്റും നോർത്തും പോവുകയാണെങ്കിൽ നമുക്ക് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴി പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ദിവസം ഈ ഒരു തുസാമോ ലേക്കും നത്തുല പാസൊക്കെ നിങ്ങൾ പോവുക. അതിനുശേഷം വീണ്ടും ഗാങ്ടോക്ക് വിടുക. ഗാങ്ടോക്കിന് പിന്നെ പോയാൽ മാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ഈ ഒരു മാങ്കനിൽ നമുക്ക് പെർമിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അവിടുത്തെ DT ഓഫീസിൽ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു വെസ്റ്റ് സിക്കിമിലേക്ക്, അതായത് നോർത്ത് സിക്കിമിലേക്ക് പോകാനുള്ള പെർമിറ്റ് നമുക്ക് അവിടെ അപ്ലൈ കൊടുത്താൽ നമുക്ക് നിമിഷ നേരം കൊണ്ട്, കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഓഫീസ് നമുക്ക് ഓഫീസർ നമുക്ക് ഒപ്പിട്ട് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സീൽ ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. മാങ്കനിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഷെയർ ടാക്സി നേരെ ചുങ്താങ്ങിലേക്ക് പോവുക. ചുങ്താങ്ങിൽ പിന്നെ ലാച്ചുങ്ങിലേക്ക് പോവുക. ലാച്ചുങ് നേരെ യുങ്താങ് വാലിയിലേക്ക് പോവുക.
അവിടെ ഈ യുങ്താവാണി എല്ലാം കണ്ട ശേഷം വീണ്ടും തിരിച്ച് നേരെ ചുങ്താങ്ങിലേക്ക് വരിക. ചുങ്താങ് പിന്നെ പോകാൻ ലാച്ചൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നിങ്ങൾ പെർമിറ്റ് അടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ലാച്ചനും ലാച്ചോങ്ങും നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചുങ്താങ് നേരെ ലാച്ചനിലേക്ക് പോകുക. ലാച്ചനത്ത് പിന്നെ വെച്ചാൽ ഗുരുദ്വാർ ലേക്ക് ഉണ്ട്. 17,000 സംതിങ് അടി ഉയരത്തിലാണ് ഈ ഒരു ലേക്ക് വരുന്നത് തന്നെ. ഈ ഒരു ലേക്കെല്ലാം കണ്ട ശേഷം വീണ്ടും മാങ്കലിലേക്ക് നിങ്ങൾ വരിക. മാങ്കലിൽ വന്നിട്ട് പിന്നെ പോകണമെന്ന് വെച്ചാൽ പീലിംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഈസ്റ്റ് സിക്കിമിൻ്റെ ഭാഗം. പീലിങ്ങിലേക്ക് പോവുക. പീലിംഗ് എല്ലാം കറങ്ങിയ ശേഷം പിന്നെ പോകണമെന്ന് വെച്ചാൽ ഡാർജിലിംഗിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ ഒരു ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നേരെ ഡാർജിലിംഗിലേക്ക് പോവുക. ഡാർജിലിംഗ് എല്ലാം കറങ്ങിയ ശേഷം നിങ്ങൾക്ക് ഇന്ത്യ നേപ്പാൾ ബോർഡറായ പശുപട്ടി നഗർ ഉണ്ട്, അവിടേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നേപ്പാൾ എൻ്റർ ചെയ്തിട്ട് തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും ഡാർജിലിംഗ് പോയിട്ട് ഡാർജിലിംഗ് നേരെ സിലിഗുരിയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടേക്കാണ് അങ്ങോട്ട് പോകാം. ഇല്ല തന്നെ നിങ്ങൾക്ക് പശുപട്ടി നഗറിൽ നേരെ നേപ്പാളിൽ കയറിയ ശേഷം നേപ്പാളിലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. നേപ്പാളിലെ പശുപട്ടി നഗർ എന്ന് പറയുന്ന ഈ ഒരു ബോർഡറിൽ നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് നമുക്ക് ബസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. 1,500 രൂപയ്ക്ക് ടിക്കറ്റ് ചാർജ് ഇട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുന്ന പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നേരെ നിങ്ങൾക്ക് റെക്സൽ ബോർഡർ പോയിട്ട് അവിടെ നിങ്ങൾക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അവിടെ നിന്ന് ബീഹാർ, അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഗുവാഹത്തിയിലേക്ക് വന്നിട്ട് ഗുവാഹത്തിയിൽ നിങ്ങൾക്ക് മേഘാലയ അതുതന്നെ നാഗാലാൻഡ് അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതുമാണ്. അതിൻ്റെ പ്ലാനൊക്കെ എന്തായാലും ഇൻഷാല്ലാ വരുന്നൊരു വീഡിയോസ് നമ്മൾ പറയുന്നതാണ്. ഇതാണ് അപ്പോൾ നമുക്ക് സിക്കിമിൽ കറങ്ങേണ്ട ഒരു പ്ലാൻ. ഇനി സിക്കിമിലുള്ള ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഓരോ ദിവസങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ കറങ്ങാമെന്ന ഡീറ്റെയിൽസ് അതിന് പറയാൻ വേണ്ടി പോകുന്നത്. 8 ദിവസത്തെ ഒരു പ്ലാനായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇനി കുറക്കാനും പറ്റും കൂട്ടാനും പറ്റുന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ന്യൂ ജൽപൈഗുരി നമ്മൾ നേരെ ഗാങ്ടോക്കിലേക്ക് പോകുന്ന ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക, ഫസ്റ്റ് സിലിഗുരിയിലേക്ക് പോവുക. സിലിഗുരിയിൽ നിന്നാണ് നമുക്ക് ഗാങ്ടോക്കിൽ നമുക്ക് ബസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് നേരെ സിലിഗുരി നമ്മൾ ട്രെയിൻ മാർഗോ അല്ലെങ്കിൽ ഷെയർ ടാക്സി അല്ലെങ്കിൽ ബസ് മാർഗോ പോവുക. അതുകൊണ്ട് സിലിഗുരി നേരെ ഗാങ്ടോക്കിലേക്ക് നമുക്ക് ബസ്സിന് പോവുക. 200 രൂപയാണ് ബസ്സിൻ്റെ ഫീ വരുന്നത്. അങ്ങനെ ഗാങ്ടോക്ക് എന്നിട്ട് ഗാങ്ടോക്ക് പിന്നെ നമുക്ക് കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. ഗാങ്ടോക്കിലെ റോപ്പ് വേ. ഈ റോപ്പ് വേ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രെയിനിൻ്റെ സംഭവമാണ്. നമുക്ക് 2 സൈഡ് വെച്ചാൽ 153 രൂപയാണ് ഈ ഒരു റോപ്പ് വേ നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ കൂടെ തന്നെ ഗാങ്ടോക്ക് മൊണാസ്ട്രി ഉണ്ട്. അതുകൂടാതെ തന്നെ ഗാങ്ടോക്ക് മാൾ റോഡ് ഉണ്ട്. അന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു ഒന്നാമത്തെ ദിവസം ഈ ഒരു സ്ഥലങ്ങൾ നിങ്ങൾ കാണുക. നമ്മൾ ഈ ഒരു പ്ലാനുമായി നമ്മൾ കറങ്ങിയത്. പിന്നെ രണ്ടാം ദിവസം എന്ത് ചെയ്യുക, ഗാങ്ടോക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തുസോമ ലേക്കിലേക്ക് നിങ്ങൾ പോവുക. ഈ തുസോമ ലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നത്തൂല പാസ് പോവുക. അപ്പോൾ ഈ ഒരു മാൾ റോഡിലേക്ക് പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ദിവസം മാൾ റോഡിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു വെസ്റ്റ് സൈഡിലേക്ക് പോകാനുള്ള പെർമിറ്റ് കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കുക. ഈ ഒരു മാൾ റോഡിൽ നിങ്ങൾക്ക് പെർമിറ്റ് കാര്യങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കുറേ ഷോപ്പുകൾ കാര്യങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പെർമിറ്റ് കാര്യങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഗാങ്ടോക്ക് തന്നെ DT ഓഫീസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അവിടെ ഫ്രീ ആയിട്ട് കിട്ടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ എടുത്തത് ഈ മാങ്കഡ് എന്നാണ് എടുത്തത്. അതുകൊണ്ടിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നമുക്ക് ഇവിടുത്തെ DT ഓഫീസിൽ എടുക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ഇവിടുത്തെ DT ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കിട്ടുമെങ്കിൽ ഇവിടെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഈ മാൾ റോഡ് നിങ്ങൾ എന്തായാലും പെർമിറ്റ് എടുക്കുക. നേരെ ഗാങ്ടോക്കിൽ ടൗണിൽ വന്നിട്ട് നിങ്ങളുടെ റൂം എവിടെയാണുള്ളത് അവിടെ ഇപ്പോൾ റൂമിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് രണ്ടാമത്തെ ദിവസം നേരെ എന്ത് ചെയ്യുക, ഗാങ്ടോക്കിൽ നിന്ന് നത്തൂല പാസിലേക്ക് നമുക്ക് പോകാനുള്ളത്. രണ്ടാമത്തെ ദിവസം ടുസോമോ ലേക്ക്, പിന്നെ അതിൻ്റെ ബാബ ഹർഭജൻ ടെമ്പിൾ, പിന്നെ നത്തൂല പാസ്. ഈ നത്തൂല പാസിനെ പ്രത്യേകിച്ച് വെച്ചാൽ ഇന്ത്യ ചൈന ബോർഡറായിട്ടാണ് ഈ നത്തൂല പാസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 14,140 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു നത്തൂല പാസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്സിജൻ ലെവലിൻ്റെ ഇഷ്യൂസൊക്കെ ഈ ഒരു നത്തൂല പാസിലേക്ക് പോകുമ്പോഴത്തേക്ക് അനുഭവപ്പെടാറ്, പലർക്കും അങ്ങനെ അനുഭവപ്പെട്ട കഥകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നത്തൂല പാസ് എല്ലാം കണ്ട ശേഷം നേരെ തിരിച്ചെന്ത് ചെയ്യുക, നിങ്ങൾ ഗാങ്ടോക്കിലേക്ക് വരിക. അങ്ങനെ ഗാങ്ടോക്കിൽ അന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോവുക. മാങ്കണിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം കേട്ടോ, അതായത് ഗാങ്ടോക്ക് ടു മാങ്കൻ. ഈ റൂട്ടിലാണ് നമുക്ക് താഷി വ്യൂ പോയിൻറ്റും പിന്നെ അതിനെ ഗണേഷ് ടോക്കും പിന്നെ ഹുമിയോൺ ടോക്കും പിന്നെ ബക്തങ് ഫാൾസും പിന്നെ അതിനെ ഫ്ലവർ ഷോയും അതിനെ ബട്ടർഫ്ലൈ വാട്ടർഫാളൊക്കെ വരുന്നത് ഈ ഒരു റൂട്ടിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലങ്ങളെ കവർ ചെയ്യുക. ഫസ്റ്റത്തെ ദിവസം പോകുമ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ നിങ്ങൾ അതും കൂടി കവർ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഗാങ്ടോക്ക് നേരെ മാങ്കറിലേക്ക് പോവുക. അവിടെ നിന്ന് നിങ്ങൾ DT ഓഫീസിൽ പോയിട്ട് മാങ്കറിൽ DT ഓഫീസിൽ പോയിട്ട് നിങ്ങൾ പെർമിറ്റിന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പെർമിറ്റ് അവിടെ നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതാണ്. ഫ്രീ ആണ് ഈ ഒരു പെർമിറ്റിന്, പൈസ കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ പെർമിറ്റ് എടുക്കുന്ന ഓരോ ഷോപ്പുകളുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 1,500 2,000 രൂപയൊക്കെ നമുക്ക് ഒരാൾക്ക് നമ്മൾ പെർമിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്.
പക്ഷേ ഈ ഒരു പെർമിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ID പ്രൂഫ് ഉണ്ടാവുക, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മാങ്കൽ പോയിട്ട് അന്ന് പെർമിറ്റ് റെഡിയാണ് താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മാങ്കലിൽ നിന്ന് ചുങ്താങ്ങിലേക്ക് പോകാനുള്ള ടാക്സി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. താമസിച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു മാങ്കലിൽ നിന്ന് ചുങ്താങ്ങിലേക്ക് പോകാൻ ശ്രമിക്കുക. ചുങ്താങ്ങിൽ നിന്ന് പിന്നെ പോകണമെന്ന് വെച്ചാൽ ലാച്ചുങ്ങിലേക്കാണ് പോകുന്നത്. മാങ്കലിൽ നിന്ന് ലാച്ചുങ്ങിലേക്ക് പോകുമ്പോൾ ഉള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നാഗ ഫാൾസ്, അതായത് ചുങ്താങ് ഡാം, പിന്നെ ചുങ്താങ് വ്യൂ പോയിൻറ്റ്സ്, ലാച്ചുങ്, പിന്നെ ഭീമ ഫാൾസ്. ഈ ഒരു ചുങ്താങ് ഡാമൊക്കെ വെച്ചാൽ ഇപ്പോൾ ഫുള്ള് തകർന്നിരിക്കുകയാണ്. 2023 സിക്കിമിലെ ഫ്ലഡിൽ ഫുള്ള് തകർന്നാണ് ഈ ചുങ്താങ് ഡാമെല്ലാം. നമ്മൾ പോയപ്പോൾ ഫുള്ള് തകർന്ന് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഓരോ പണികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാഗ ഫാൾസ് എല്ലാം കണ്ട ശേഷം അവിടെ നിന്ന് നേരെ ലാച്ചുങ്ങിലേക്ക് പോവുക. അന്ന് ലാച്ചുങ്ങിൽ സ്റ്റേ ചെയ്യുക. ലാച്ചുങ് എല്ലാം കണ്ട ശേഷം അവിടെ നിന്ന് പിന്നെ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു യുങ്താങ് വാലിയിലേക്കാണ് പിന്നെ പോകുന്നത്. അതാണ് ഇവിടെ ഡേ 5 നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലാച്ചുങ്ങിൽ നിന്ന് യുങ്താങ് വാലി. ഈ റൂട്ടിൽ നമുക്ക് കാണാൻ വെച്ചാൽ ഈ ഒരു ലാച്ചുങ്ങിലുള്ള ടൗണ് കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഗ്രാമപ്രദേശ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുള്ളൂ. പിന്നെ ഉള്ള വെച്ചാൽ ഈ ഒരു വാലി ഓഫ് ഫ്ലവർ, അത് ഈ ഒരു യുങ്താങ് വാലിയിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. പിന്നെ 0 പോയിൻറ്റ്, അത് യുങ്താങ് വാലിയിൽ നിന്ന് പിന്നെ നമുക്ക് കുറച്ചുകൂടി പോകുമ്പോഴത്തേക്കാണ് ഇന്ത്യ ചൈന ബോർഡർ വരുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു 0 പോയിൻറ്റ് വരുന്നത്. ഷിങ്ക റോഡോഡൻ, പിന്നെ പൂണി വാലി എന്നൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഈ ഒരു 5ാമത്തെ ദിവസങ്ങളിൽ നമുക്ക് വരുന്നത്. ഈ ഒരു സ്ഥലങ്ങളിൽ കവർ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങൾ ചുങ്താങ്ങിലേക്ക് നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഈ ഒരു ചുങ്താങ് സെൻറ്ററിലാക്കുക. അതുകൊണ്ട് ചുങ്താങ് പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ലാസ്റ്റാണ് ഗുരുദാമൂറിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് തന്നെ പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ വേറെ കുറേ അതിർത്തി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തന്നെ അല്ല ഫുള്ള് മലനിരകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മാങ്കൽ നമുക്ക് ഇവിടെ നിന്ന് ഈ യുങ്താങ് വാലി പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 70 കിലോമീറ്റർ തോന്നുമെങ്കിലും പക്ഷേ സംഭവം വെച്ചാൽ ഫുള്ള് വളഞ്ഞു പിടിച്ച വഴിയുകൊണ്ട് നമുക്ക് രാവിലെ പോയാലും വൈകുന്നേരമൊക്കെ നമുക്ക് ഈ ഒരു ലാച്ചനായാലും യുങ്താങ് വാലിയൊക്കെ നമുക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നേരെ ചുങ്താങ് പിന്നെ പോണെന്ന് ലാച്ചൻ നേരെ ഗുരുദാമൂർ ലേക്ക്. അതാണ് നമ്മളിവിടെ 6ാമത്തെ ദിവസം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചുങ്താങ് ഗുരുദാമൂർ ലേക്ക്. ലാച്ചനുണ്ട് അവിടെ കാണാനായിട്ട്. ലാച്ചനിൽ ഒരു അടിപൊളി സ്ഥലമാണ് കാണാനുള്ള. പിന്നെ ഗുരുദാമൂർ ലേക്ക്. ഈ ഗുരുദാമൂർ ലേക്കിൻ്റെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 17,800 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു ഗുരുദാമൂർ ലേക്ക് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഗുരുദാമൂർ ലേക്കെല്ലാം കണ്ട ശേഷം വീണ്ടും തിരിച്ച് നേരെ എന്ത് ചെയ്യുക, മാങ്കലിലേക്ക് വരിക. അന്ന് മാങ്കൽ നിങ്ങൾ വൈകുന്നേരം എത്തും. അന്ന് മാങ്കലിൽ സ്റ്റേ ബഡ്ജറ്റൊക്കെ പോകുന്നവർക്കാണെങ്കിൽ മാങ്കലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന ഒരു അടിപൊളി സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ വരുന്ന ഒരു ലാൻഡ് ചെയ്യുന്ന സ്പേസ് ഉണ്ട്. ഇപ്പോൾ അതൊന്നും അവിടെ ഹെലികോപ്റ്റർ കാണാനൊന്നും വരുന്നില്ല. ഗവൺമെൻറ് ഒരു പ്രോപ്പർട്ടിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആണെങ്കിൽ ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ക്യാമ്പിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പോയപ്പോഴത്തേക്ക് അവിടെ പോയി ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് താമസിച്ചിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക, മാങ്കലിൽ നിന്ന് പിന്നെ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ 7ാമത്തെ ദിവസം എനിക്ക് പോകുന്ന വെച്ചാൽ മാങ്കലിൽ നിന്ന് പീലിംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ പീലിങ്ങിൽ നിങ്ങൾക്ക് കാണുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ സ്കൈ വാക്കിംഗ് പീലിംഗ്, പിന്നെ കാഞ്ചനജംഗ ഫാൾസ്, റിബിങ് റിവർ, ശാങ്കൻ ചോലിംഗ് മൊണാസ്ട്രി, പിന്നെ റിംബി വാട്ടർഫാൾ, റിംബി ഓറഞ്ച് ഗാർഡൻ, കെച്ചോളപ്പോരി ലേക്ക് എന്നീ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 7ാമത്തെ ദിവസം നമുക്ക് കാണാനുള്ളത്. അങ്ങനെ പീലിങ്ങിലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് പീലിങ്ങിന് അന്ന് സ്റ്റേ ചെയ്തിട്ട് നേരെ പിറ്റേ ദിവസം എന്ത് ചെയ്യുക, ഡാർജിലിംഗിലേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത്. അപ്പോൾ 8ാമത്തെ ദിവസം ഈ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത് പീലിംഗ് നേരെ എന്ത് ചെയ്യുക, ഡാർജിലിംഗിലേക്ക് പോകാം. ഡാർജിലിംഗിലാണ് ഈ ടോയ് ട്രെയിനൊക്കെ ഉള്ളത്. നിങ്ങൾ മുൻകൂട്ടി നേരത്തെ ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. എന്നാലും നമുക്ക് ഈ ഒരു ടോയ് ട്രെയിൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അത് നടക്കില്ല കേട്ടോ. ഡാർജിലിംഗിലെ റാൻറ്റീവ് വാലി ഉള്ളത്, പിന്നെ ഡാർജിലിംഗിലെ ക്ലോക്ക് ടവർ, ഡാർജിലിംഗിലെ സൂ ഉണ്ട്, പിന്നെ ഡാർജിലിംഗിൽ പിന്നെ റോപ്പ് വേ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡാലി മൊണാസ്ട്രി ഉണ്ട്. പിന്നെ ഒരു വെച്ചാൽ പശുപെട്ടി നഗർ, ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് ഈ ഒരു പശുപെട്ടി നഗർ. ഡാർജിലിംഗ് 32 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു നേപ്പാളിലെ പശുപെട്ടി നഗറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ ഈ ഒരു നേപ്പാൾ എൻ്റർ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് നേപ്പാളിലേക്ക് കടന്നിട്ട് നേപ്പാളിലെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുക. ഇല്ല തന്നെ നിങ്ങൾക്ക് ഇനി അവിടെ നിന്ന് വീണ്ടും നിങ്ങൾക്ക് സിലിഗുഡിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. പിന്നെ സിലിഗുഡി നിങ്ങൾക്ക് ന്യൂ ജൽപൈഗുരി വന്നിട്ട് അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഇനി ന്യൂ ജൽപൈഗുരി നിങ്ങൾക്ക് നേരെ ഗുവാഹത്തി അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ സിക്കിമിൻ്റെ ഡീറ്റെയിൽസ് സംഭവം നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, ട്രാവൽ ഫൈസ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഈ സിക്കിം നമ്മൾ ടൂർ പാക്കേജ് കണക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൂർ പാക്കേജൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ടൂർ പാക്കേജ് നിങ്ങൾക്ക് എവിടെക്കാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ ടൂർ പാക്കേജ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇനി ലോ ബഡ്ജറ്റ് വേണമെങ്കിൽ ചെയ്തു തരും. ഫാമിലിക്ക് പറ്റിയ പ്രീമിയം ലെവലിൽ 3 സ്റ്റാർ ലെവൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കേജൊക്കെ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ലക്ഷദ്വീപ് അതുതന്നെ
രാജസ്ഥാൻ അങ്ങനെ മിക്ക സ്ഥലങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളേജ് ട്രിപ്പ് ഉണ്ട്, ഫാമിലി ട്രിപ്പ് ഉണ്ട്, ബാച്ചിലേഴ്സ് ട്രിപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ ഇട്ടാൽ ഇതിലുള്ള യാത്രയുമായിട്ട് ഇൻഫർമേഷൻ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു നോർത്ത് ഈസ്റ്റ് യാത്രയുടെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.